മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായ ലൂസിഫർ കണ്ടവരാരും അതിലെ ആ മാസ് ഡയലോഗ് മറക്കാനിടയില്ല. നിന്നെ രക്ഷിക്കാൻ ഇനി ആരുമില്ല എന്ന് വളരെ അഹങ്കാരത്തോടെ ബോബി സ്റ്റീഫൻ നെടുമ്പള്ളിയോട് പറയുമ്പോൾ സ്റ്റീഫൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ? വർഷങ്ങൾക്കിപ്പുറം കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ ഈ ഡയലോഗ് അക്ഷരം പ്രതി ചോദിക്കാൻ തോന്നുന്നത് മറ്റാരോടുമല്ല, രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയോടാണ്. അതെ, രാഹുൽ മാങ്കൂട്ടമേ, നിന്നെ രക്ഷിക്കാൻ ഇനി ആരുണ്ടടാ? കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വകയായി ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തിരുവനന്തപുരത്ത് നടന്ന SFI സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ പോസ്റ്റ്. വളരെ മാസാണെന്ന് സ്വയം കരുതി അടങ്ങിയിരിക്കണം എന്നൊരു മുന്നറിയിപ്പാണ് മാങ്കൂട്ടം SFIക്ക് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ജനങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഈ മുന്നറിയിപ്പ് നൽകാൻ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ ആരാണ്? ആ ചോദ്യത്തിന് ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ല. നാട് മുഴുവൻ നാറാണക്കല്ല് പിടിച്ച് നടക്കുന്ന ഈ മാങ്കൂട്ടത്തെ സ്വന്തം പാർട്ടി നേതാക്കൾ പോലും മൈൻഡ് ചെയ്യാത്ത സ്ഥിതിക്ക് കേരളത്തിലെ ജനങ്ങളോ വിദ്യാർത്ഥി സമൂഹമോ ഇത് വലിയ കാര്യമായി എടുക്കുന്നുമില്ല എന്നുള്ളതാണ് സത്യം. സ്വന്തം ഇമേജ് എന്താണെന്ന് പോലും തിരിച്ചറിയാതെയാണ് ഇത്തരം ഡയലോഗുകളുമായി ഈ പുള്ളിക്കാരൻ വരുന്നത്. ഇതിന് പിന്നാലെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുന്നത്. ഈ സംഭവം നടന്നയുടനെ രാഹുൽ മാങ്കൂട്ടം ഒന്നല്ല 2 പോസ്റ്റുകളാണ് ഇട്ടത്. കയ്യിലൊരു ചുവന്ന കപ്പും പിടിച്ച് പത്രവും വായിച്ചിരിക്കുന്ന ഒരു ചിത്രത്തിനൊപ്പം ഒരു കപ്പ് എടുക്കട്ടെ, കപ്പേ എന്നൊരു പരിഹാസം, പോരാത്തതിന് വീട്ടിൽ പോയി ഇരി എന്നൊരു പോസ്റ്റർ. ഇതൊക്കെ കാണുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ആരും ചോദിച്ചു പോകും, ഇവരിത് എന്തിൻ്റെ കേടാണെന്ന്. കാരണം ഒരു വ്യക്തി എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും അയാൾ ഇന്ന് നിൽക്കുന്ന ഇടം അത്രത്തോളം പരിതാപകരമാണ്. പെൺകുട്ടികളെ ചൂഷണം ചെയ്തുവെന്നും ഗർഭിണിയാക്കി നിർബന്ധിത ഗർഭചിത്രം നടത്തിയെന്നുമുള്ള അതിഗുരുതരമായ ആരോപണങ്ങളുടെ നിഴലിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മുന്നിൽ തലതാഴ്ത്തി നിൽക്കുകയാണ് നേതാവ്. താനൊരു വലിയ കോൺഗ്രസ്സുകാരനാണെന്ന് പുള്ളി എപ്പോഴും മയക്ക് കെട്ടിവെച്ച് വിളിച്ചു പറയാറുണ്ട്. എന്നാൽ സത്യത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇന്ന് പുള്ളിയെ കൂടെ കൂട്ടിയിട്ടുണ്ടോ? നെഞ്ചിൽ കൈവച്ച് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അതിനൊരു വലിയ ഉദാഹരണമാണ് അടുത്തിടെ ഗുരുവായൂരിൽ നടന്ന ഒരു വിവാഹ ചടങ്ങ്. വിവാഹത്തിന് ക്ഷണിച്ചില്ലേ അതറിയില്ല. എന്നാൽ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഫോട്ടോയിലേക്ക് ഇടിച്ചു കയറി ചെന്ന രാഹുൽ മാങ്കൂട്ടത്തെ നമ്മൾ കണ്ടതാണ്. ആ നിമിഷം തൊട്ടടുത്ത് നിന്നിരുന്ന പാലക്കാട് MLA രമേശ് പിഷാരടിയുടെ മുഖഭാവം മാറിയതും എന്നാൽ ആ മാറ്റം പരമാവധി ഒളിച്ചു വയ്ക്കാൻ പിഷാരടി ശ്രമിച്ചതുമൊക്കെ കേരളം മുഴുവൻ കണ്ടു. പിഷാരടിയുടെ ആ നോട്ടം മതിയായിരുന്നു കോൺഗ്രസിനുള്ളിൽ രാഹുലിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്ക് പോലും അരികിൽ നിർത്താൻ അറപ്പുള്ള ഒരു വ്യക്തിയായി രാഹുൽ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഭാഷയിൽ രാഹുലിനോട് ചോദിക്കേണ്ടി വരുന്നത്, നിന്നെ രക്ഷിക്കാൻ ആരുണ്ടടാ? കാരണം കേൾക്കുന്നത് ശരിയാണെങ്കിൽ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത, ഒരിക്കലും അഴിക്കാൻ പറ്റാത്ത ഒരു വലിയ കുരുക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ചുറ്റും ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ ഗർഭത്തിൽ വച്ച് തന്നെ കൊന്നുകളഞ്ഞ് ആ ബാധ്യത ഒഴിവാക്കി എന്ന് ആരോപണം നേരിടുന്ന ഒരു വ്യക്തിക്ക് ആ ക്രൂരതയിൽ യാതൊരു പശ്ചാത്താപവുമില്ല. എന്നാൽ പിണറായി വിജയനെതിരെ അന്വേഷണ ഏജൻസി എത്തിയപ്പോൾ അയാൾക്ക് വലിയ സന്തോഷം. തനിക്കെതിരെ ഉയർന്നിട്ടുള്ളത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആരോപണങ്ങളാണെന്ന ബോധം പോലുമില്ലാതെയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഈ രാഷ്ട്രീയ വേട്ടയെ രാഹുൽ പരിഹസിച്ച് ആഘോഷിക്കുന്നത്. സ്വന്തം വീടിന് തീ പിടിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ പുക കണ്ട് ചിരിക്കുന്നവനെ എന്താണ് വിളിക്കേണ്ടത്? പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ വലിയ വാചകമടിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇരട്ടത്താപ്പ് ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. സംഘപരിവാറിൻ്റെ മുന്നിൽ പോലും വിജയൻ കുമ്പിട്ടിട്ടില്ല പോലും. കരിമണൽ കർത്തയുടെ മുന്നിൽ കുമ്പിട്ടതിനെ കയ്യോടെ പിടികൂടിയതാണ് എന്നൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റിടുകയും വീഡിയോയിലൂടെ വീണാ വിജയന് 1,72,00,000 രൂപ മാസപ്പടി കിട്ടിയതിനാണ് റെയ്ഡ് എന്ന് പ്രസംഗിക്കുകയും ചെയ്യുന്ന രാഹുൽ ഒരു നിമിഷം സ്വന്തം നിലനിൽപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. പിണറായി വിജയൻ്റെ മകൾ മാസപ്പടി വാങ്ങിയെന്ന് ആരോപിച്ച് വലിയ വായിൽ സംസാരിക്കുന്ന രാഹുൽ സ്വന്തം പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്? രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ED ചോദ്യം ചെയ്തപ്പോൾ അതിനെതിരെ പ്രതിരോധം തീർത്ത രാഹുൽ മാങ്കൂട്ടം പിണറായി വിജയനെതിരെയുള്ള നീക്കങ്ങളെ മാത്രം ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു വലിയ കോൺഗ്രസ് നേതാവാണെന്ന് സ്വയം വിശ്വസിക്കുന്ന രാഹുലിന് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇരട്ടത്താപ്പ് മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ളവരുടെ കാര്യത്തിൽ നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നവർ സ്വന്തം കാര്യത്തിൽ ഒരു അന്വേഷണം വരുമ്പോൾ എന്തുകൊണ്ടാണ് ഭയക്കുന്നത്? നീതി എല്ലാവർക്കും ഒരേപോലെയാണെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണത്തോട് സഹകരിക്കാൻ തയ്യാറാകുമോ? രാഹുൽ മാങ്കൂട്ടത്തിന് ചുറ്റാകെ മുറുകിക്കൊണ്ടിരിക്കുന്ന കുരുക്കിനെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. ഏകദേശം ഒരാഴ്ച മുൻപ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു നിർണായക പ്രസ്താവന നടത്തിയിരുന്നു. സ്ത്രീകൾക്കെതിരെ ഒരു അതിക്രമവും ഈ സർക്കാർ വച്ചു പൊറുപ്പിക്കില്ല.
അത് ഏത് വലിയ കൊമ്പനായാലും ശരി മുഖം നോക്കാതെ നടപടിയുണ്ടാകും എന്നായിരുന്നു ആ പ്രസ്താവന. ഒറ്റ നോട്ടത്തിൽ അതൊരു സാധാരണ പ്രസ്താവനയായി തോന്നാമെങ്കിലും മാങ്കൂട്ടം ഫാൻസിനെ ശരിക്കും വിറപ്പിച്ചൊരു വാണിയായിരുന്നു അത്. കാരണം ആ പ്രസ്താവന വെറുതെ കാറ്റിൽ പറത്തിയതല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇനി വരുന്ന പരാതികളിൽ വലിയ രീതിയിലുള്ള ഒരു ആക്ഷൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടാകുമെന്നാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും പോലീസ് ആസ്ഥാനത്തു നിന്നും പുറത്തു വരുന്ന കൃത്യമായ റിപ്പോർട്ടുകൾ. ഇതിനകം തന്നെ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് രാഹുലിനെതിരെയുള്ള പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. സർക്കാരിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും പൂർണ്ണ പിന്തുണയോടെയാണ് ഈ നീക്കം. ചെന്നിത്തലയുടെ ആ പ്രസ്താവനയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരുവിധ പരിഗണനയോ പാർട്ടി ലേബലോ നൽകില്ല എന്ന കൃത്യമായ സൂചനയുണ്ടായിരുന്നു. തെളിവുകൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ രാഹുലിനെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ജനങ്ങൾക്കിപ്പോൾ പൂർണ്ണ ബോധ്യമുണ്ട്. ഇതിനെല്ലാം പുറമെ രാഹുലിനെ കാത്തിരിക്കുന്നത് മറ്റൊരു വലിയ കൊടുങ്കാറ്റാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാണ്. വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിനോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. അത് വെറുതെ തന്നോടൊപ്പം നിന്ന് പാർട്ടിയെ വഞ്ചിച്ചു എന്ന രാഷ്ട്രീയ പക മാത്രമല്ല. അതിനു പിന്നിൽ വളരെ വ്യക്തിപരമായ ഒരു കാരണമുണ്ട്. സ്വന്തം മകളായി കരുതിയ പെൺകുട്ടിയോട് രാഹുൽ മോശമായി പെരുമാറി എന്ന സത്യം. റിനിയും വി ഡി സതീശനും തമ്മിൽ ഒരു അച്ഛൻ മകൾ ബന്ധമാണെന്നുള്ള കാര്യം രാഷ്ട്രീയ കേരളത്തിന് മുഴുവൻ അറിയാവുന്നതാണ്. റിനി അവരുടെ സ്വന്തം പിതാവിൻ്റെ സ്ഥാനത്താണ് വി ഡി സതീശനെ കാണുന്നത്. തിരിച്ച് സതീശനും അവളെ സ്വന്തം മകളെപ്പോലെയാണ് കരുതുന്നത്. കേരളത്തിലെ ഒരു സാധാരണക്കാരനായ അച്ഛൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ തന്നെയാണ് വി ഡി സതീശനും. താൻ സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയോട് എത്ര അടുപ്പമുള്ള ആളായാൽ പോലും മോശം പ്രവൃത്തി കാണിച്ചാൽ അയാളുടെ ചെവിക്കെല്ലാം അടിച്ച് തകർക്കുന്നവരാണ് മലയാളികൾ. മുഖ്യമന്ത്രി എന്ന പദവിക്കപ്പുറം വി ഡി സതീശൻ എന്ന സാധാരണക്കാരനായ അച്ഛൻ്റെ രോഷം രാഹുലിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ആ പകയിൽ നിന്ന് രാഹുലിനെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇനി രാഹുലിൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ കാര്യം നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഷാഫി പറമ്പിലിന് ഇപ്പോൾ അത്ര നല്ല കാലമല്ല. വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ ഷാഫി അണിയറയിൽ കളിച്ച കളികളൊക്കെ ജനങ്ങളുടെ മുന്നിൽ പച്ചയ്ക്ക് തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞു. സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിലായ ഷാഫിയുടെ ഭാഗത്തു നിന്നും ഇനി ഒരു സഹായവും രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. അവർ തമ്മിലുള്ള ആ പഴയ കോംബോ ഒക്കെ എന്നേ തകർന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഡൽഹിയിലുള്ള കെ സി വേണുഗോപാൽ രക്ഷയ്ക്കെത്തുമോ? നമ്മളെല്ലാം വിചാരിക്കുന്നത് കെ സി വേണുഗോപാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് എന്നാണ്. എന്നാൽ സത്യം അതല്ല. രാഹുലിനെതിരെ ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് കെ സി വേണുഗോപാലിൻ്റെ ഭാര്യ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് കേരളം മുഴുവൻ കണ്ടതാണ്. വളരെ കൃത്യമായ ഭാഷയിലാണ് അവർ രാഹുലിനെതിരെ ആഞ്ഞടിച്ചത്. പുറമേ കാണുമ്പോൾ കെ സി വേണുഗോപാൽ രാഹുലിനോട് ചിരിച്ചു കാണിക്കുന്നുണ്ടാകാം. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ ഉള്ളറകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ള എട്ടിൻ്റെ പണി കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ബോബിയോട് ചോദിച്ച ആ ലൂസിഫർ ഡയലോഗ് വീണ്ടും ഓർമ്മ വരുന്നത്. സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ കൈയൊഴിഞ്ഞു, ആഭ്യന്തരമന്ത്രി പൂട്ടാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു, മുഖ്യമന്ത്രിക്ക് തീർത്താൽ തീരാത്ത വ്യക്തിവൈരാഗ്യം, ഡൽഹിയിൽ നിന്ന് യാതൊരു പിന്തുണയുമില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം, നിന്നെ രക്ഷിക്കാൻ ഇനി ആരുണ്ട്? സോഷ്യൽ മീഡിയയിൽ കുറേ ഫാൻസിനെ ഇറക്കി മാസ് ഡയലോഗ് അടിച്ചതുകൊണ്ടോ പിണറായി വിജയനെതിരെ പോസ്റ്റ് ഇട്ടതുകൊണ്ടോ ഒന്നും ഈ യാഥാർത്ഥ്യങ്ങളെ മറച്ചു വയ്ക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൊണ്ടോ PR വർക്കുകൾ കൊണ്ടോ CPMൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഒരു കാര്യം മാത്രം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ഭാവിയുടെ കാര്യത്തിൽ നിയമത്തിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തു നിന്നുള്ള അന്തിമ തീരുമാനം വരുന്ന 6 മാസത്തിനകം ഉണ്ടായിരിക്കും. അവിടെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഒരു വലിയ വീഴ്ചയുടെ വക്കിലാണ് രാഹുൽ നിൽക്കുന്നത്. സമയം അതിക്രമിച്ചിരിക്കുന്നു. അതായത് കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം.